തിരികെ വാർത്തയിലേക്ക്. ചരിത്രമെഴുതി കുന്നത്തുനാട് മണ്ഡലത്തിൽ 83% പോളിംഗ് പിന്നിട്ടു. തൃപ്പൂണിത്തുറയിലും വൈപ്പിനിലും പറവൂരിലും കളമശ്ശേരിയിലും കനത്ത പോളിംഗ്. എറണാകുളം ജില്ലയിൽ 7 മണിവരെ 79.72% പോളിംഗ് രേഖപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഗരം കൂട്ടത്തോടെ പോളിംഗ് സ്റ്റേഷനിലെത്തിയ ജനാധിപത്യത്തിന്റെ മനോഹര കാഴ്ച. വോട്ടിന്റെ നാടായി കുന്നത്തുനാട്. ആദ്യ മണിക്കൂർ മുതൽ കുന്നത്തുനാട് മണ്ഡലത്തിലെ ഓരോ പോളിംഗ് ബൂത്തിലും വോട്ടർമാരുടെ തിരക്ക്. സമ്മതിദാനം വിനിയോഗിക്കാൻ കച്ചകെട്ടിയ ജനത. കുന്നത്തുനാടിലെ 83.6% വോട്ടർമാരും വോട്ട് ചെയ്തു. ജില്ലയിലെ 4 മണ്ഡലങ്ങൾ 7 മണിയോടെ 80%-ലധികം പോളിംഗ് രേഖപ്പെടുത്തി. പറവൂരിൽ 81.41, തൃപ്പൂണിത്തുറയിൽ 81.03, കളമശ്ശേരിയിൽ 80.58, വൈപ്പിനിൽ 80.05. പെരുമ്പാവൂർ, ആലുവ, കൊച്ചി, തൃക്കാക്കര, കോതമംഗലവും തൊട്ടുപുറകെ. 7 മണിവരെ 75.44 പോളിംഗ് രേഖപ്പെടുത്തിയ അങ്കമാലിയാണ് എറണാകുളം ജില്ലയിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം. എല്ലായിടത്തും രാവിലെ മുതൽ കനത്ത പോളിംഗ് ആയിരുന്നു. ഉച്ചച്ചൂടിൽ പോളിംഗ് കുറഞ്ഞെങ്കിലും 3 മണിയോടെ പോളിംഗ് ശക്തമായി. 3 മണി മുതൽ 7 മണിവരെ ശരാശരി 25%-ലധികം പോളിംഗ് ആണ് എല്ലാ മണ്ഡലങ്ങളിലും രേഖപ്പെടുത്തിയത്. NDAക്ക് സ്വാധീനമുള്ള കുന്നത്തുനാട്ടിലെയും തൃപ്പൂണിത്തുറയിലെയും ഉയർന്ന പോളിംഗ് മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. 2747 ബൂത്തുകളിലെ കൂടി അന്തിമ കണക്കുകൾ പുറത്തുവന്നാൽ പോളിംഗ് ശതമാനം ഇനിയും ഉയരും. ജനം, കൊച്ചി. ജനാധിപത്യ ആഘോഷത്തിൽ കണ്ണൂർ ജില്ലയിലെ പൗരന്മാരും പങ്കുചേർന്നപ്പോൾ രേഖപ്പെടുത്തിയത് കനത്ത പോളിംഗ്. മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് സമാധാനപരമായിരുന്നു വോട്ടെടുപ്പെങ്കിലും അങ്ങിങ്ങായി അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എല്ലാ മണ്ഡലങ്ങളിലും CPM-കാർ വ്യാപകമായി ഓപ്പൺ വോട്ട് ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണവും ഉയർന്നു. ശ്രദ്ധേയമായ രാഷ്ട്രീയ പോരാട്ടം നടന്ന കണ്ണൂരിൽ ശക്തമായ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അതിൽ തന്നെ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ജില്ലാ ശരാശരിയേക്കാൾ കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തി. അതിനിടെ ജില്ലയിൽ അങ്ങിങ്ങായി വിവിധയിടങ്ങളിൽ CPM-ന്റെ അക്രമവും അരങ്ങേറി. തളിപ്പറമ്പ് മണ്ഡലത്തിൽപ്പെട്ട മയ്യിലിൽ BJP ബൂത്ത് ഏജന്റായ സോമനെ CPM-കാർ വളഞ്ഞിട്ട് ആക്രമിച്ചു. മലപ്പട്ടത്തും പേരാവൂരിലും UDF ഏജന്റുമാരെയും CPM-കാർ ആക്രമിച്ചു. എല്ലാ മണ്ഡലങ്ങളിലും CPM-കാർ വ്യാപകമായി ഓപ്പൺ വോട്ട് ദുരുപയോഗം ചെയ്തു എന്ന ആരോപണവും അതിനിടെ ഉയർന്നു. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് ഓരോ ബൂത്തിലും 40ഉം 50ഉം വരെ ഓപ്പൺ വോട്ട് ചെയ്തു എന്നാണ് ആരോപണം. ഓപ്പൺ വോട്ട് ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി K. രഞ്ജിത്ത് പരാതിയുമായി രംഗത്തെത്തി. റിട്ടേണിംഗ് ഓഫീസറെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ SIR വന്നതോടുകൂടി കള്ളവോട്ട് മരണപ്പെട്ട പോയ ആളുകളെല്ലാം തന്നെ അത് മാറ്റി വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയത് കൊണ്ട് കള്ളവോട്ട് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അതെല്ലാം തന്നെ ഓപ്പൺ വോട്ട് ചെയ്യുകയാണ്. ഏവറേജ് ഒരു ബൂത്തിൽ 30-ൽ മുകളിൽ ഓപ്പൺ വോട്ട് മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു പാർട്ടി മാത്രമാണ് ചെയ്യുന്നത്. CPM-ന്റെ ആൾക്കാർ മാത്രമാണ് ഇത്തരത്തിൽ കൂടുതൽ ചെയ്യുന്നത്. ജില്ലയിലെ പ്രമുഖരെല്ലാം തന്നെ രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി RC അമല സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. തുടർഭരണം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന അതിപ്രധാനമായ തെരഞ്ഞെടുപ്പാണ്. കാരണം നമ്മൾ ഒരു വികസിത കേരളത്തിലേക്ക് നല്ല ചുവട് വെച്ച് നിൽക്കുകയാണ്. ഒരുപാട് നേട്ടങ്ങൾ എല്ലാ മേഖലകളിലും കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് തുടരണം. പോളിംഗ് പൂർത്തിയായതോടുകൂടി ഇനി 1 മാസം കണക്കുകൂട്ടലുകളുമായി 3 മുന്നണികളും കാത്തിരിപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. ജനം, കണ്ണൂർ. കണ്ണൂർ മട്ടന്നൂരിൽ BJP ബൂത്ത് ഏജന്റിന് നേരെ CPM ആക്രമണം. മാലൂർ പഞ്ചായത്തിലെ ബൂത്ത് ഏജന്റും യുവമോർച്ച മണ്ഡലം പ്രസിഡന്റുമായ മിഥുനു നേരെയാണ് ആക്രമണം ഉണ്ടായത്. വോട്ടെടുപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ CPM-കാർ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ മറ്റൊരു BJP ബൂത്ത് പ്രസിഡന്റിനും പരിക്കേറ്റിരുന്നു. വിശദാംശങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? അപ്പം പോലീസിന്റെ ഇടപെടലും ഏത് തരത്തിലാണ്? ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ ഒരു സംഭവം നടന്നത്. മട്ടന്നൂരിൽ ആണ് BJPയുടെ ബൂത്ത് ഏജന്റിനെ CPM-കാർ ആക്രമിച്ചത്. മാലൂർ പഞ്ചായത്തിലെ ബൂത്ത് ഏജന്റും യുവമോർച്ചയുടെ ചിറ്റാരിപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റുമായ M. മിഥുനെയാണ് CPM-കാർ ആക്രമിച്ചത്. മാലൂർ UP സ്കൂളിൽ നിന്ന് വോട്ടെടുപ്പ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് CPM-കാർ മിഥുന് നേരെ കല്ലെറിഞ്ഞത്. ഈ കല്ലേറിലാണ് മിഥുന് പരിക്കേൽക്കുകയും ചെയ്തത്. ഇന്നലെ ഇതേ പഞ്ചായത്തിലെ കുണ്ടേരിപ്പൊയിൽ എന്ന് പറയുന്ന സ്ഥലത്തെ ബൂത്ത് ഏജന്റിനെ CPM-കാർ ആക്രമിച്ചിരുന്നു.
തുടർച്ചയായി BJP പ്രവർത്തകരെ അല്ലെങ്കിൽ BJPയുടെ ബൂത്ത് ഏജന്റുമാരെ CPMമാർ ആക്രമിച്ചിട്ടും അതിൽ പോലീസ് കൃത്യമായ നടപടി എടുക്കുന്നില്ല എന്നൊരു ആരോപണം BJPയുടെ കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു എളക്കുഴി ഉന്നയിച്ചിട്ടുണ്ട്. പോലീസ് പ്രതികൾ പോലീസിന്റെ കൺമുന്നിൽ കൂടി നടന്നുപോയിട്ടും അവരെ പിടിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നൊരു വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. KP കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ളയാണ് വിശദാംശങ്ങൾ നൽകിയത്. പത്തനംതിട്ട ജില്ലയിൽ 70.55% പോളിംഗ്. വ്യാപക കള്ളവോട്ട് പരാതിയും ജില്ലയിൽ ഉയർന്നു. ജനവിധിയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് കുമ്മനം രാജശേഖരനും അനൂപ് ആന്റണിയും അടക്കമുള്ള NDA സ്ഥാനാർത്ഥികൾ. പത്തനംതിട്ട ജില്ല വിധി എഴുതി. 70% കടന്ന് 2021 തെരഞ്ഞെടുപ്പിലും ഉയർന്ന പോളിംഗ് ശതമാനം. ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് അടൂരിൽ, കുറവ് തിരുവല്ലയിലും. വോട്ടിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ നീണ്ട നിര പോളിംഗ് ബൂത്തുകളിൽ അനുഭവപ്പെട്ടു. സ്ഥാനാർത്ഥികളെല്ലാവരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. തിരുവല്ലയിൽ NDA ഐതിഹാസിക വിജയം നേടുമെന്ന സ്ഥാനാർത്ഥി അനൂപ് ആന്റണി. കാലങ്ങളായിട്ട് ഈ രണ്ട് മുന്നണികൾ ചേർന്ന് കേരളത്തെ ഇങ്ങനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ടല്ലോ, അതിനെതിരെ വിധി എഴുതാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തയ്യാറായി രാവിലെ തന്നെ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടിയിട്ട് അവർ പോളിംഗ് ബൂത്തുകളിൽ എത്തിയിട്ടുണ്ട്. വലിയ സന്തോഷമുണ്ട്. ആറന്മുള നിയോജക മണ്ഡലത്തിൽ വിജയം സുനിശ്ചിതമെന്ന് NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വലിയ ആവേശമാണ്, കണ്ടില്ലേ? എല്ലാം ചെല്ലുന്നിടത്തെല്ലാം പ്രവർത്തകർ ഉഷാറായിട്ട് വീട് തോറും കയറി വോട്ട് ചെയ്യാത്തവരെല്ലാം നേരിൽ പോയി കണ്ട് അവരെയൊക്കെ വോട്ട് ചെയ്യാൻ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ പോളിംഗ് സ്റ്റേഷനിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകരെല്ലാം വളരെ ഉത്സാഹത്തിലാണ്, വലിയൊരു ആവേശത്തിലാണ്, ആത്മവിശ്വാസത്തിലുമാണ്. അതേസമയം ജില്ലയിൽ വ്യാപക കള്ളവോട്ട് പരാതിയും ഉയർന്നു. തിരുവല്ല മണ്ഡലത്തിലെ കവിയൂർ 84 നമ്പർ ബൂത്തിലും പുറമറ്റം 90 നമ്പർ ബൂത്തിലും ആറന്മുള മണ്ഡലത്തിലെ ഇലന്തൂർ 155 നമ്പർ ബൂത്തിലും കള്ളവോട്ട് നടന്നതായി പരാതിയുണ്ടായി. വോട്ടർമാർ വോട്ട് ചെയ്യാനെത്തിയപ്പോഴാണ് ഇവരുടെ പേരിൽ വോട്ടുകൾ ചെയ്തതായി അറിഞ്ഞത്. ഈ വോട്ടർമാർക്ക് ടെൻഡർ വോട്ട് സൗകര്യം ഒരുക്കി നൽകി. ആറന്മുള മല്ലപ്പുഴശ്ശേരിയിൽ വോട്ടിംഗ് മെഷീനിൽ LDF സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ ചിത്രം മാത്രം കൂടുതൽ വ്യക്തമായി തെളിയുകയും മറ്റ് സ്ഥാനാർത്ഥികളുടെ ചിത്രത്തിന് തെളിച്ചക്കുറവുണ്ടായെന്നും പരാതി ഉയർന്നു. ജനം, പത്തനംതിട്ട. കൊല്ലം കുന്നത്തൂരിലെ LDF സ്ഥാനാർത്ഥി കോവൂർ കുഞ്ഞുമോനു വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് SDPI നേതാക്കൾ. ശൂരനാട് വടക്ക് തെക്കേമുറി ഭാഗത്തെ പോളിംഗ് സ്റ്റേഷനുകൾക്ക് സമീപമായിരുന്നു പരസ്യമായ വോട്ടഭ്യർത്ഥന. SDPI നേതാക്കൾക്ക് കൈകൊടുത്ത MLA വോട്ടർമാർ ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ ജനം TVക്ക് ലഭിച്ചു. കുഞ്ഞു MLA, നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ഇവിടുത്തെ SDPIക്കാരാ, CPMനെക്കാട്ടി കൂടുതൽ. പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്ന ആള് ഇവരൊക്കെയാണ്. എനിക്കറിയത്തില്ല എന്തുവാ ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. CPM അല്ല LDFും നിങ്ങളുമൊക്കെ ഒന്ന്, SDPI നിങ്ങളുമൊക്കെ ഒന്നായോ? അറിയാം എന്തുണ്ട് സഖാവേ? കണ്ടോ മതി. ഷിഹാബിന്റെ കയ്യിൽ ഈ കൈകളിൽ നിങ്ങൾ സുരക്ഷ ഏറ്റവും കൂടുതൽ പണി ഇപ്പം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞ ഈ പ്രശ്നം അല്ലല്ല, അല്ല ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെടുന്നതാ. SDPI നേതാക്കളെ നേരിൽ കണ്ട് പിന്തുണ ഉറപ്പിച്ച് LDF സ്ഥാനാർത്ഥി കോവൂർ കുഞ്ഞുമോനും LDF പ്രാദേശിക നേതൃത്വവും നടന്നു വരുമ്പോഴാണ് വോട്ടർമാർ ദൃശ്യം പകർത്തിയത്. ശൂരനാട് വടക്ക് പല ഭാഗങ്ങളിലായി LDFന് വേണ്ടി SDPI നേതാക്കൾ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. SDPIയുമായി ഒരു പരസ്യധാരണ LDFനുള്ളതായി വ്യക്തമാകുന്നതാണ് ദൃശ്യങ്ങൾ. കേരളമാകെ SDPI LDFനൊപ്പമാണെന്ന് നേരത്തെ സംസ്ഥാന നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. CPM അടക്കം SDPIയെ തള്ളിപ്പറഞ്ഞതുമില്ല. UDF ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് നിർത്തിയ പോലെ BJPയെ തോൽപ്പിക്കാൻ ആരോടും കൂട്ടുപിടിക്കാമെന്നതാണ് LDFന്റെ നയം. മതവർഗീയ ശക്തികളുമായുള്ള LDFന്റെ കൂട്ടുകെട്ട് നാട്ടുകാർ തന്നെ പരസ്യമായി ചോദ്യം ചെയ്യുകയാണിപ്പോൾ. കുന്നത്തൂർ മണ്ഡലത്തിൽ BJP ജില്ലാ അധ്യക്ഷ കൂടിയായ രാജീവ് പ്രസാദാണ് NDA സ്ഥാനാർത്ഥി. ശക്തയായ സ്ഥാനാർത്ഥിയെ നേരിടാൻ മതവർഗീയ ശക്തികളെ പോലും രംഗത്തിറക്കുകയാണ് LDF. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി കുന്നത്തൂരിൽ വികസനമെത്താത്തത് ചർച്ചയാകുമ്പോഴാണ് ഇടതുപക്ഷത്തിന്റെ ഈ തന്ത്രം. ജനം, കൊല്ലം. കോട്ടയത്തും ഇത്തവണ പോളിംഗിൽ വർധന. 74.33% പോളിംഗാണ് ഇത്തവണ ജില്ലയിൽ രേഖപ്പെടുത്തിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 72.11% പോളിംഗ്. വൈക്കത്താണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. കോട്ടയത്തെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിമറിയുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേതെന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയത്. LDF UDF നേരിട്ടുള്ള മത്സരത്തിന് വെല്ലുവിളി തീർത്ത് ഇത്തവണ ശക്തമായ സാന്നിധ്യമായി കോട്ടയത്ത് NDA ഉണ്ട്. കോട്ടയത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ ആകെ മാറിമറിയുമെന്ന് വിലയിരുത്തപ്പെട്ട തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഉയർന്നത് മുന്നണികളുടെ ആകാംക്ഷ ഇരട്ടിക്കുന്നുണ്ട്. വൈക്കത്താണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്, 79.31%. വൈക്കത്ത് കഴിഞ്ഞ തവണത്തേക്കാൾ 4% പോളിംഗ് വർധനവുണ്ട്. പാലായിൽ 74.94%,
ഏറ്റുമാനൂരിൽ 75.65%, കോട്ടയത്ത് 74.75%, പുതുപ്പള്ളിയിൽ 72.7%, ചങ്ങനാശ്ശേരിയിൽ 72.98%, കാഞ്ഞിരപ്പള്ളിയിൽ 74.43%, പൂഞ്ഞാറിൽ 75.62% പോളിംഗ് രേഖപ്പെടുത്തി. പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, ഏറ്റുമാനൂർ, കോട്ടയം, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗിൽ വർധനവുണ്ട്. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് കടുത്തുരുത്തിയിലാണ്, 69.3%. കടുത്തുരുത്തിയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 1% വർധനവുണ്ട്. കോട്ടയത്താകെ സജ്ജമാക്കിയ 1791 ബൂത്തുകളിൽ രാവിലെ 7 മണി മുതൽ സമതന്തുലിതമായ നിലയിലായിരുന്നു വോട്ടർമാരുടെ നിരക്ക്. 9 നിയോജക മണ്ഡലങ്ങളിലെ 60 സ്ഥാനാർത്ഥികളാണ് ജില്ലയിലുള്ളത്. കോട്ടയത്ത് ആകെ സമ്മതിദായകരുടെ എണ്ണം 15 ലക്ഷമാണ്. ജനം, കോട്ടയം.